ഇതെങ്ങനെ ഈ മന്തി ഉണ്ടാക്കല് പറഞ്ഞുതരാൻ പറ്റും ഞങ്ങൾക്ക്? പറഞ്ഞുതരാലോ. നിങ്ങളെ സീക്രട്ട് പറയണ്ട. അതിന് രഹസ്യം പറഞ്ഞ കൂട്ട് പറഞ്ഞിട്ട് എനിക്കെന്താ പോവുക? എനിക്കൊന്നും പോവില്ല. നിങ്ങൾക്കൊരു രഹസ്യ മസാല കൂട്ടുണ്ട് എമെന്ന് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? അത് ആരെങ്കിലും പറഞ്ഞു? ഞാൻ കേട്ടു. അത് വരുന്നുണ്ട് അല്ലേ? അതെന്ന് വെച്ചാൽ അതിന്റെ പേരാണ് ഇത് നമ്മുടെ തബറൂസ്, അസാസ്, ശരി, ഉസ്. അതെന്ന് പറഞ്ഞ കാരണം നമ്മളെ ഒരു കൃത്യമുള്ള കെട്ടുള്ള സാധനങ്ങളല്ല. ഇത് പാറന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നതാണ്. ഇത് ML മാത്രം ആ സാധനം കിട്ടും. ഈ കുഴിക്കാണ് നമ്മൾ പാത്രം, ഈ പാത്രം ആയിട്ട് നമ്മൾ ആദ്യം ചോറ് വെക്കും. ചോറ് നമ്മൾ രാത്രി അരി വെള്ളത്തിലിട്ട് വെക്കും, അത് നീളം കിട്ടാൻ വേണ്ടിയിട്ട്. ചോറ് വെച്ച് വെള്ളം കെട്ട് വറ്റി എന്ന് വറ്റാനാകുന്ന ടൈമിൽ അരി ഞങ്ങൾ എന്ത് ചെയ്ത് പാല് ഒഴിക്കും. മന്തിയിൽ പാലുണ്ട്. പാല് ഒഴിക്കും, നല്ല പാല് ഒഴിച്ച് നല്ല ഇളക്കും. എന്നിട്ട് അതിന്റെ മേലെ കുറച്ച് പഞ്ചാര ബദരി കൊടുക്കും. എന്തിനാ? ഒറ്റ എതറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചിട്ട് 4 ആൾക്കാർ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിക്കണ്ട് ഇറക്കി വെക്കും. എന്നിട്ട് ഇറക്കി വെച്ചിട്ട് അതിന്റെ മേലെ ഗ്രില്ലുണ്ടാവും, കോഴിയും മട്ടനൊക്കെ വെച്ചിട്ട് അതും പിടിച്ച് അതിൽ ഇറക്കും. അതിന്റെ മേലെ വെക്കും, മൂടൂല. മൂടുള്ള ഇതുകൊണ്ടാണ്. അപ്പോൾ അതിക്ക് ഇതിങ്ങനെ ഇറ്റി പോകും. ആര്? ഈ ഇറച്ചിൻ്റെയും ഈ കോഴിൻ്റെയൊക്കെ മസാലകൾ, നീരുകൾ അതിക്ക് ഇറങ്ങും. എന്നിട്ട് നമ്മളത് ഇതാണ് 2-3 നമ്മളെ ഒരു കമ്പി വെച്ചിട്ട് അതിൻ്റെ മേലെ പേപ്പർ കൊണ്ട് മൂടും. എന്നിട്ട് അതിൻ്റെ മേലെ തുണി പിരിക്കും. എന്നിട്ടാണ് അടപ്പുകൊണ്ട് മൂടുക. മനസ്സിലായ? അടപ്പുകൊണ്ട് മൂടി വെച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പൊക്കും. ആ പൊക്കുമ്പോൾ ഇളക്കുമ്പോൾ ആ ചോറിൻ്റെ അതൊന്ന് ഇളക്കി നോക്കുമ്പോൾ അതിൻ്റെ മണം ഒന്ന് കേൾക്കണമൊക്കെ ചെയ്യും.